ടോപ്പ് ആൻഡ് ടേസ്റ്റിൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കുടംപുളി ചേർത്തുള്ള നല്ലൊരു മീൻകറിയാണ്. കുടംപുളി ചേർത്ത മീൻകറി ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. വളരെ വേഗത്തിൽ തന്നെ ഈ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി നമുക്ക് തയ്യാറാക്കാം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ടാൽ മാത്രമേ ഇതെങ്ങനെ തയ്യാറാക്കുന്നു എന്ന് മനസ്സിലാവുകയുള്ളൂ. ഇത് തയ്യാറാക്കാനായി 1/2 കിലോ കേരമീന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം 10 ചെറിയ ഉള്ളിയും 8 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുഴുവൻ ഉലുവയും പൊടിപ്പിച്ച ഉലുവയും അതുപോലെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ളത് കുടംപുളിയാണ്. നല്ല പുളിയുള്ള 5 കുടംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ അല്പം ചൂടുവെള്ളവും കറിവേപ്പിലയും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഇതിനൊന്ന് തിളപ്പിക്കാനായി വെക്കുന്നുണ്ട്. പുളി നന്നായി ഊറി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തിളപ്പിക്കുന്നത്. ഇനി ഒരു മീൻചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. 4 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരുന്നതായ ചെറിയ ഉള്ളി ഒന്നിട്ട് ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവ മൂന്നും ചുമന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മൂന്നും നന്നായി ഒന്ന് ചുമന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 4 സ്പൂൺ കാശ്മീരി മുളക് ചേർക്കണം. ഞാനിവിടെ എരിവുള്ള മുളക് ഉപയോഗിച്ചിട്ടില്ല, കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇത് എണ്ണയിലോട്ടൊന്ന് നന്നായി വഴറ്റി ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് തിളപ്പിക്കാനായി വെച്ചിരുന്ന കുടംപുളി മുഴുവനായും ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം കൂടാതെ ഞാൻ 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയതായ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഏകദേശം ഒരു 4-5 മിനിറ്റ് അടച്ചു വെച്ച് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 4 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി. ഏകദേശം ഒന്ന് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് ചെറുതായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സ്പൂൺ ഉപയോഗിക്കരുത്, ഇതിനെ ഒന്ന് ചെറുതായിട്ട് ചുറ്റിച്ചു കൊടുക്കണം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് തുറന്ന് ഇതിനൊന്ന് ചുറ്റിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വീണ്ടും കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ മീൻകറി നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരല്പസമയം കഴിഞ്ഞ് ഒന്ന് തുറന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി അവസാനമായി കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നന്നായി കുറുക്കി ഒരല്പം ചാറോടുകൂടെ ഈ മീൻ കറി റെഡിയായിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് 1/2 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഉപയോഗിക്കാനായി തുറന്ന് നോക്കിയത്. ഒരു കഷ്ണം മീൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നന്നായിട്ടുണ്ട്. അതിലേക്ക് പുളിയൊക്കെ നന്നായി പിടിച്ച് മുളകൊക്കെ നന്നായി ചേർന്നിട്ടുണ്ട്. തീർച്ചയായും ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് ചോറിനോടൊപ്പവും അപ്പത്തിനോടൊപ്പവും ഒക്കെ ചേർത്ത് കഴിക്കാവുന്ന നല്ലൊരു മീൻകറിയാണ്. കാശ്മീരി മുളക് ചേർത്തത് കൊണ്ട് അധികം എരിവൊന്നുമില്ല, പക്ഷെ നല്ല കളറുണ്ടാകും, മീനിന് നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരിക്കും. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഈ മീൻകറി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.